നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വലിയൊരു തരംഗം കേരളമാകെ വീശിയടിച്ച ഒരു സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ കഴിഞ്ഞ് ഭൂരിപക്ഷം വർദ്ധിച്ചു, റിസൾട്ട് വന്നു. ആളുകളൊക്കെ വലിയ ആഘോഷ തിമിർപ്പിൽ നിൽക്കുന്ന ഒരു സമയം, പ്രതീക്ഷയോടെ കേരള ജനത നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഈ എപ്പിസോഡ്. ഇന്ന് നമുക്കുള്ള ഒരു വിശിഷ്ടാതിഥി വയനാടിൻ്റെ MLA എന്ന് തന്നെ പറയാവുന്ന കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധി, രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ട ടി സിദ്ദീഖ്. അത് സാധാരണ 5470 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ച് ഇത്തവണ അത് 40,531 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് പ്രത്യേകം. അപ്പോൾ ആദ്യമായി തന്നെ അഭിനന്ദനങ്ങൾ, പ്രത്യേകിച്ച് വിജയിച്ചതിനല്ല, ഈ റെക്കോർഡ് ഭൂരിപക്ഷം. തീർച്ചയായിട്ടും കുതിച്ചുയർന്ന ഭൂരിപക്ഷമായിരുന്നല്ലോ വോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, കൗണ്ടിങ് കഴിഞ്ഞപ്പോൾ. ആളുകളോട് പല തരത്തിലും നന്ദി പറഞ്ഞു, എങ്കിലും ചില ആൾക്കാരോട് സ്പെഷ്യലായിട്ടൊരു നന്ദി പറയാനുണ്ടാവും. തീർച്ചയായിട്ടും ഈ വയനാട് വിഷൻ്റെ പ്രേക്ഷകന്മാരോട് എല്ലാവരോടും ഈ വലിയ ഭൂരിപക്ഷത്തിൽ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തന ശൈലി, അതുപോലെ കഠിനാധ്വാനത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി, അതിനൊക്കെ കിട്ടിയ അംഗീകാരമാണ്. നിങ്ങളുടെ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ഈ 40,531 ഭൂരിപക്ഷം എന്നുള്ളത് വലിയ ഉത്തരവാദിത്തം നൽകുന്ന ഒന്നാണ്. അത് ഈ വിജയത്തെ വിനയത്തോടു കൂടി കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതിനെ ഒരു തരത്തിലും ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു സംസാരമോ ഒരു നോക്കോ ഒന്നും തന്നെ അഹങ്കാരത്തിൻ്റെ ധിക്കാരത്തിൻ്റെ ഭാഷയിലൂടെ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാനും ആഗ്രഹിക്കുകയാണ്. ഈ ഭൂരിപക്ഷത്തിന് നിങ്ങളോട് കാണിക്കേണ്ട ഒരു വലിയ ധർമ്മം, പദ്ധതികളും പരിപാടികളുമായി നിങ്ങൾക്ക് വിഷമവും പ്രയാസവും ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ സാന്നിധ്യമായി ഒക്കെ കൂടെയുണ്ടാവുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്തം നല്ലപോലെ നിർവഹിക്കും എന്നുള്ളതും ഈ സമയം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. ആദ്യം ചുരം കയറി വന്നപ്പോൾ കോഴിക്കോടേക്ക് പോണ്ടി വരും MLA കാണാനെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു മരണ വീട്ടിലും കല്യാണ വീട്ടിലും മാത്രം ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞു. ആ മരണ വീട്ടിലെയും കല്യാണ വീട്ടിലെയും സാന്നിധ്യം ശരിക്ക് ആളുകൾ സ്വീകരിച്ചു. ഒന്ന്, കൽപ്പറ്റയിലെ ജനം എൻ്റെ ഫാമിലിയാണ്. ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നീക്കുന്നത് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ സൊസൈറ്റിയോട്, ആ ജനങ്ങളോട് എല്ലാ അർത്ഥത്തിലും നീതി പുലർത്തി മുന്നോട്ട് പോവുക. അപ്പോൾ അതിൽ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭം, ദുഃഖകരമായ സന്ദർഭം മരണമാണ്, ആഹ്ലാദകരമായ സന്ദർഭം വിവാഹമാണ്. അതിൽ പരമാവധി ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പങ്കെടുക്കും, അല്ലെങ്കിൽ പിന്നീട് പങ്കെടുക്കും. അതാണ് സ്വീകരിച്ചു പോരുന്ന ശൈലി. ഈ വലിയ വിജയത്തിൽ കൽപ്പറ്റയുടെ ഒരു സവിശേഷത ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എല്ലാ വിഭാഗം ജനങ്ങളോടും നന്ദി പറയുകയാണ്. ജാതി മത ചിന്തകൾക്കതീതമായി ഒരു പരിധിവരെ രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള ഒരു ഏകീകരണം കൽപ്പറ്റയിൽ നടന്നു. അത് 5 കൊല്ലത്തെ കഠിനാധ്വാനത്തിൻ്റെ, അത് UDFൻ്റെ പ്രവർത്തനത്തിൻ്റെ, അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരത്തിൻ്റെ, അത് വ്യക്തിപരമായി തകർക്കാൻ നടത്തിയതായ ആസൂത്രിതമായിട്ടുള്ള ശ്രമത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ജനാധിപത്യ പ്രതിരോധം, ഇതെല്ലാം കൂടി ഒന്നിച്ചു വന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അമ്പരന്ന് പോയത് പോസ്റ്റൽ വോട്ടിൻ്റെ എണ്ണത്തിലാണ്. സാധാരണഗതിയിൽ നമ്മളുടെ മാധ്യമപ്രവർത്തന ചരിത്രത്തിൽ ഇന്ന് വരെ പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ അത് ലീഡ് എപ്പോഴും LDFനായിരിക്കും. ഇത്തവണ അത് UDFന് അനുകൂലമായി വന്നു. ഒരു പക്ഷേ അവർ അസംതൃപ്തരായിരിക്കും. 2 കാര്യമാണ്. ഒന്ന്, പോസ്റ്റൽ വോട്ടിൽ UDFൻ്റെ നല്ല ഭൂരിപക്ഷം ആധിപത്യം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പോസ്റ്റൽ വോട്ടിൽ എല്ലാ സമയത്തും വലിയ രീതിയിലുള്ളതായ ഇൻവാലിഡ് വോട്ടുകളുണ്ട്. പക്ഷേ ഇത്തവണ ഇൻവാലിഡ് വോട്ട് വളരെ കുറവായി. അപ്പം UDF എടുത്ത പ്രിപ്പറേഷൻ വളരെ കൃത്യമായി. അപ്പോൾ അതുകൊണ്ട് ഇൻവാലിഡ് വോട്ടിൻ്റെ എണ്ണം കുറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഗവൺമെൻറ് സർക്കാർ ജീവനക്കാർ, അനുബന്ധ സംവിധാനങ്ങൾ മുഴുവൻ വളരെയധികം ഈ ഗവൺമെൻറ്റിനോട് അസംതൃപ്തരായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഷിബു പറഞ്ഞത് വളരെ കറക്റ്റാണ്. അസംതൃപ്തരായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്, പോസ്റ്റൽ വോട്ടിൻ്റെ തെരഞ്ഞെടുപ്പ് വിധിയിലെ പ്രത്യേകമായിട്ടുള്ള മാനം. ഒരു രഹസ്യം എനിക്കറിയാനുണ്ട്. അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല വാർഡിലെയും UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി അങ്ങ് വീട് കയറി
അപ്പം അപ്പോൾ സിദ്ദീഖ് MLA വീണ്ടും മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്തു എന്ന് എല്ലാവരും പറഞ്ഞു. യഥാർത്ഥത്തിൽ അന്നാണോ തയ്യാറെടുത്തത് അതോ അതിന് മുൻപേ തയ്യാറെടുപ്പ് നടത്തിയോ? അല്ല, ഞാനൊരു ഒരു കാര്യം ഷിബു അങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരു കാര്യം പറയാം. ഒരു MLAയെ സംബന്ധിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങുന്നത് നിലവിലുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടനെ തുടങ്ങണം. അത് എല്ലാവർക്കുമുള്ള പാടാണ്. കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിലോ MLA പ്രവർത്തനത്തിലോ ഒരു കുറുക്കു വഴിയില്ല. ഉത്തരവാദിത്തം സമയാസമയം കൃത്യതയോടുകൂടി നിർവഹിക്കുക എന്നുള്ളത് മാത്രമാണ് അതിലെ ഏക വഴി. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ ഓട്ടം അത് അവസാനം വരെ തുടരുകയായി. ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എല്ലാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏത് തെരഞ്ഞെടുപ്പിലും സാധാരണഗതിയിൽ ഞാൻ 12 മണിക്ക് ശേഷമാണ് ഉറങ്ങുക. തെരഞ്ഞെടുപ്പാകുമ്പോൾ അത് 1:30 മണി 1 മണി ഒക്കെ ആവും. എൻ്റെ തെരഞ്ഞെടുപ്പിൽ അത് പിന്നെയും വളരെ മോശമായിട്ടുള്ള ഉറക്കത്തിൻ്റെ സാഹചര്യമായിരുന്നു. അപ്പോൾ ഞാൻ വീട് കയറിയിട്ടുണ്ട്. എന്നോട് കയറാൻ പറഞ്ഞതായിരിക്കുന്ന ഇടങ്ങളിൽ മുഴുവൻ ഞാൻ രാവിലെ എൻ്റെ തെരഞ്ഞെടുപ്പിൽ രാവിലെ 5:30 മണിയോടുകൂടി ഞാൻ ഫീൽഡിലെത്തും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വീട് കയറാൻ കാലത്ത് 6-6:30 മണി മുതൽ ആരംഭിക്കും. അപ്പോൾ നിശ്ചിത സമയം വരെ വീട് കയറിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ മീറ്റിംഗ്, ഇവാലുവേഷൻ പരിപാടികൾ, രാത്രി കഴിഞ്ഞതിന് ശേഷം മീറ്റിംഗ് പരിപാടികൾക്ക് ശേഷം പിന്നെ വീണ്ടും വീട് കയറും. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ്. പരമാവധി ഇടത്ത് ടെൻഷനുള്ള സ്ഥലത്ത്, ടൈറ്റ് ഫൈറ്റുള്ള സ്ഥലത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വീട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ 2 ഉപതെരഞ്ഞെടുപ്പ് എൻ്റെ നിയോജകമണ്ഡലത്തിൽ നിന്നാണ്. ആ 2 ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾ ജയിച്ചു. ആ 2 ഒന്ന് LDFിൽ നിന്ന് പിടിച്ചെടുത്താണ്, ഒന്ന് UDF നിലനിർത്തിയതാണ്. അപ്പോൾ ഈ 2 ഉപതെരഞ്ഞെടുപ്പിലും അവിടെയുള്ള പ്രവർത്തകന്മാരുടെ കൂടെ ആത്മവിശ്വാസം പകരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ എല്ലാ കാര്യത്തിലും തുടക്കം മുതൽ ഈ കഠിനാധ്വാനം തുടരുകയായിരുന്നു. അപ്പം അവസാനത്തെ ഒരു വർഷം വന്ന് അങ്ങ് ഇട്ട് പെടച്ചുകൊണ്ട് കാര്യം അത് ഈ 1,00,000 ഭൂരിപക്ഷം കഴിഞ്ഞപ്പം വയനാട് വിഷനിലെ തലസമയത്തിൽ അങ്ങ് പറഞ്ഞു വിനയത്തോടു കൂടി ഈ വിജയത്തെ, അതായത് വിജയിക്കുകയാണ് ഉറപ്പിച്ചു, വിനയത്തോടു കൂടി വിജയത്തെ സ്വീകരിക്കുന്നു, പ്രവർത്തകന്മാരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പലരും പറയുന്നത് അങ്ങ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ നടന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്കൂളിൽ പഠിച്ചു. പക്ഷേ ചില വിഷയങ്ങളിൽ അങ്ങനെ നിരീക്ഷിക്കുന്നവർ പറയുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്കൂളിൽ മാത്രം പഠിച്ചാൽ പോരാ എന്നും പറയുന്നുണ്ട്. അതിൽ സാറ് ഈ ഒരു സമയത്ത് പോലും ധിക്കാരത്തിൻ്റെ ഭാഷ ഒരു സമയത്ത് പോലും സാറിൻ്റെ നാവിൻ്റെ തുമ്പിൽ നിന്ന് വന്നിട്ടില്ല. ഇപ്പം ഞങ്ങളൊക്കെ നന്നായിട്ട് സാറിൻ്റെ കൂടെ ഇടപഴകിയ, യാത്ര ചെയ്ത, വീട്ടിൽ ഒരുമിച്ച് വർത്തമാനം പറയുന്ന, ചായ കുടിക്കുന്നൊക്കെ സൗഹൃദമുള്ള, നല്ല സൗഹൃദവും ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ സാറ് ചില സമയത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ സാറ് ഏറ്റവും സീരിയസ് ആയിട്ട് പറയാം, ശേ അത് വേണ്ടായിരുന്നു, അത് ശരിയായില്ല, അങ്ങനെ നമ്മളെ ഒരു സമാധാനപ്പെടുത്തി എന്നാൽ നമ്മൾ കറക്റ്റ് ചെയ്യത്തക്ക രീതിയിലാണ് പറയുന്നത്. പക്ഷേ അത് അത്രത്തോളം ആ ശൈലി നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അത്രത്തോളം ആവാൻ പറ്റില്ല. ചില സമയത്ത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഉള്ളു തുറന്ന് പറയും, കർക്കശമായി പറയും, വഴക്ക് പറയേണ്ടിടത്ത് വഴക്ക് പറയും. പക്ഷെ പബ്ലിക് ഓറിയൻറ്റഡ് വർക്കും ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനം പരമാധികാരിയാണ്. ഇപ്പോൾ ഈ നിയോഗം അപകടമില്ലാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു വലിയ ദൗത്യമാണ്. പ്രത്യേകിച്ച് ഈ വലിയ ഭൂരിപക്ഷം 102 സീറ്റിൻ്റെ അപ്പോൾ ജനങ്ങളോടൊരു വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചല്ലേ? വലിയ ഉത്തരവാദിത്തമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളും നടപടികളും ഇടതടവില്ലാതെ തുടർന്നു കൊണ്ടുപോവുക, ഈ മൊമെൻ്റം അവസാനം വരെ കീപ്പ് ചെയ്യുക എന്നുള്ള ദൗത്യം, അതാണ് വലിയ ദൗത്യം. അങ്ങയുടെ വിജയത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്ന ഒട്ടനേകം പേരുണ്ട്. അതിൽ ഒരു 400ഓളം ദുരന്തബാധിതരായ കുടുംബങ്ങളുമുണ്ട്. അവരുടെ കാര്യത്തിൽ, അതായത് ലിസ്റ്റിൽ വന്ന 410 പേരല്ല ഞാൻ ഉദ്ദേശിച്ചത്, ലിസ്റ്റിന് പുറത്തായ 400ഓളം കുടുംബങ്ങൾ അങ്ങയെ പ്രതീക്ഷിച്ച് ഇനി നിൽക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, UDF ഗവൺമെൻറ് കടന്നു വന്നാൽ UDF ഗവൺമെൻറ് ആദ്യം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ദുരന്തബാധിത സമൂഹവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പെൻഡിങ് ആയിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ, ഭവന നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ. നിലവിലെ ടൗൺഷിപ്പിൽ ഇപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളൊക്കെ അവിടെ പോയിട്ട് വരികയാണ്. അവിടെ ഇന്നിപ്പോൾ ഒരു മഴ പെയ്ത സമയത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള
പ്രയാസകരമായ സാഹചര്യങ്ങൾ, അവരുടെ ലോൺ എഴുതി തള്ളിയതിലെ അപര്യാപ്തതകൾ, ഹയർ എഡ്യൂക്കേഷൻ സ്കീമിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടതായ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാത്ത നടപടി, അങ്ങനെ കൃഷിഭൂമി ക്രമീകരിക്കാനുള്ള നടപടി, ചികിത്സയിലെ അപര്യാപ്തതകൾ, അവർക്കുള്ളതായ റേഷൻ അവർക്കുള്ളതായിരിക്കുന്ന ഭക്ഷ്യക്കിറ്റ് മുടങ്ങി, അവർക്കുള്ളതായ പിന്നെ വാടക കൊടുക്കുന്നത് ഇടയ്ക്ക് മുടങ്ങിപ്പോകുന്നതായ സാഹചര്യങ്ങൾ, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിൽക്കുക. ടെക്നിക്കലായി സമീപനമെടുത്തു. എല്ലാം ടെക്നിക്കലല്ല, ചിലയിടത്ത് സഹാനുഭൂതി വേണ്ടി വരും. ആ സഹാനുഭൂതി മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങൾ ബോധ്യം വന്നത് ക്ലിയർ ചെയ്യാനുള്ള സമീപനമാണ്. അതിനാണ് ഗവൺമെന്റ്. ക്യാബിനറ്റിന് എല്ലാ പവറും ഉണ്ട്. ആ ക്യാബിനറ്റിലേക്ക് പോകണം. അപ്പോൾ ഒരു പാടിയിലെ കുറച്ച് ആളുകൾ ഉൾപ്പെടുക, തൊട്ടപ്പുറത്തെ ആളുകൾ ഉൾപ്പെടുന്നില്ല. ഇതിന്റെ ടെക്നിക്കൽ വശം എന്താ? ദുരന്തം നടന്ന സ്ഥലത്ത് കുറച്ച് ആളുകൾ ഉൾപ്പെടുക, കുറച്ച് ആളുകൾ മാറിയില്ല. അപ്പോൾ അങ്ങനെ പറ്റില്ല. അവിടെ ക്യാബിനറ്റിന് തീരുമാനമെടുക്കാം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, വരാൻ പോകുന്ന മുഖ്യമന്ത്രി, ഭരണകൂടം ഈ വിഷയങ്ങളെ നേരിട്ട് അവരോട് പറയാനും കേൾക്കാനും കഴിയുന്ന മുഖ്യമന്ത്രിയെ തീർച്ചയായിട്ടും ഈ 102 സീറ്റ് മഹാഭൂരിപക്ഷം എന്ന് തന്നെ നമുക്ക് പറയാം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ വന്നപ്പം ആളുകൾ ബസ്സിലിരുന്നും ചായക്കടയിലിരുന്നും ഇവരെന്താണ് 5 വർഷം കാണിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? UDF മുഖ്യമന്ത്രിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഏറ്റവും വലിയ കക്ഷിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അവിടെ ഐക്യകണ്ഠേന ആ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോകും, നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പം ഞാൻ ഒരു കാര്യം പറയാം. അപ്പം രമേശ് ചെന്നിത്തല എനിക്ക് മുഖ്യമന്ത്രി ആയേ പറ്റൂ, മറ്റുള്ളവരെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല ഓപ്പണായിട്ട്. KC വേണുഗോപാലും പറഞ്ഞിട്ടില്ല. VD സതീശൻ എനിക്ക് മുഖ്യമന്ത്രി ആവണം, മറ്റുള്ളവരെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല, ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല. ബത്തേരിയിലെ ക്യാമ്പിൽ എല്ലാവരും ഒരൊറ്റ ഫ്രെയിമിൽ നിന്ന് സംസാരിച്ചു. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു അജണ്ടയുണ്ട്. ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ KPC ഓഫീസിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന പത്രസമ്മേളനം. കോൺഗ്രസിനകത്ത് സ്ഥിതി ഇതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് അവിടെയുണ്ട്. ഇതിനേക്കാൾ വലിയതായിരിക്കുന്ന ടാസ്ക് കൈകാര്യം ചെയ്ത് ശീലമുള്ളതായിരിക്കുന്ന ഹൈക്കമാൻഡാണ്. അപ്പോൾ അവരതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി ചർച്ച ചെയ്ത് നല്ല തീരുമാനം ഐക്യകണ്ഠേന അവിടെ എടുക്കും. അതിലൊന്നും ഞങ്ങൾക്കാർക്കും ഒരു ടെൻഷനേ ഇല്ല ആ കാര്യത്തിൽ. ഇപ്പം നമ്മൾ കൽപ്പറ്റ മാത്രം ചർച്ച ചെയ്യുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് ബത്തേരിയും പ്രത്യേകിച്ച് മാനന്തവാടിയും കൂടെ നമ്മൾ അവഗണിക്കാൻ പറ്റില്ല. കാരണം മാനന്തവാടി ഒരു മന്ത്രിയെ തോൽപ്പിച്ച ഒരു സ്ഥാനാർത്ഥി, ബത്തേരിയിലാണെങ്കിൽ 4ാം തവണ ജയിച്ച ഒരു സ്ഥാനാർത്ഥി, അവിടെ ഒട്ടേറെ ടി സിദ്ദീഖ് MLA എന്തൊക്കെ ആരോപണങ്ങൾ നേരിട്ടോ അതേ വ്യക്തിഹത്യ ഉണ്ടായ ഒരാളാണ് IC ബാലകൃഷ്ണൻ. അവിടുത്തെ വിജയത്തെ പറ്റി എന്താണ്? വയനാടിൻ്റെ ഒരു പ്രത്യേകത, മറ്റുള്ള ജില്ലകളെക്കാൾ ഉപരി പരസ്പരമുള്ള ഐക്യവും പരസ്പരമുള്ള സ്നേഹവും ഇതെല്ലാം വളരെ നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് വ്യക്തിഹത്യയും പച്ചനുണകളും ആരോപണങ്ങളും ഒക്കെ പറഞ്ഞ് ആളുകളെ അങ്ങ് കൈകാര്യം ചെയ്യാം എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ വിജയം, IC ബാലകൃഷ്ണൻ്റെ വിജയം, 2 വിജയങ്ങൾ. അപ്പോൾ എനിക്കെതിരായി എന്തൊക്കെ ആരോപണം, സീരീസ് ഓഫ് ആരോപണങ്ങൾ കൊണ്ടുവന്നു. ഞാൻ അതിശയിച്ചു പോയി. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് മൂർധന്യാവസ്ഥയിൽ CPM ജില്ലാ സെക്രട്ടറി വന്ന് ഒരു പത്രസമ്മേളനം നടത്തി പറയുകയാണ്, ശ്രുതിയുടെ വീട് MLA കൊടുക്കാം എന്നേറ്റ് MLA കൊടുക്കാതെ വഞ്ചിച്ചു. ആ കുട്ടി ടൗൺഷിപ്പിലേക്ക് അപേക്ഷ കൊടുത്ത് നിൽക്കുക. അപ്പോൾ ഈ കുട്ടി കൊടുത്ത അപേക്ഷ ചീഫ് സെക്രട്ടറി ക്യാബിനറ്റിൽ വെച്ചപ്പോൾ ആ ക്യാബിനറ്റ് പരിഗണിക്കാതെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവർ തന്നെ ഇതിന് വിപരീതമായ തീരുമാനമെടുത്ത്, ഈ കുട്ടിക്കെതിരായ തീരുമാനമെടുത്ത് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ടില്ല. ഞാനിപ്പോൾ ദുരന്തബാധിതരുടെ നിരവധി ഉദ്ഘാടനങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, തറക്കല്ലിടലിൽ പങ്കെടുത്തിട്ടുണ്ട്, അവർക്കുള്ള സഹായധനം കൊടുക്കുന്നതിൽ പങ്കെടുത്തിട്ടുണ്ട്, ബാക്ക് ടു ഹോം കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്, വിദ്യാർത്ഥികളുടെ പരിപാടികൾ ഏകോപനം നടത്തിയിട്ടുണ്ട്, റീസ്റ്റോർ എന്ന കട നടത്തിയിട്ടുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത പരിപാടികൾക്കും പദ്ധതികൾക്കും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉദ്ഘാടനം ചെയ്ത എന്നെ വിളിച്ചത് ഗസ്റ്റായിട്ടാണ്. മറ്റുള്ളവരെയും വിളിച്ചിട്ടുണ്ട്. ആ പരിപാടിയിൽ വിളിച്ചത് ഫിലോക്കാലിയും ടൈം ന്യൂസുമാണ്. അവർ അവസാനം പറഞ്ഞു ഗസ്റ്റായിട്ടാണ് വിളിച്ചത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് ഇദ്ദേഹത്തിന് അറിയാം, ഇത് പച്ച നുണയാണ്, കള്ളമാണെന്നറിയാം. കള്ളമാണെന്ന് അറിഞ്ഞിട്ടും ഇദ്ദേഹം പത്രസമ്മേളനം നടത്തി പറയുകയാണ്. എന്നിട്ട്
ശ്രുതിയെ വഞ്ചിച്ചു MLA എന്ന് പറഞ്ഞു കേട്ട് ചില ചാനലുകൾ വളരെ ഗംഭീരമായി അങ്ങ് ആഘോഷിച്ചു കൊടുക്കുക. പക്ഷേ ഈ ആരോപണമൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഫേസ്ബുക്ക് പേജ് നോക്കുമായിരുന്നു. ടി സിദ്ദീഖ് എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ സിദ്ദീഖ് MLA എന്നുള്ള പേജിലൊക്കെ 10,000 ആളുകൾ ഫോളോവേഴ്സ് കൂടുമായിരുന്നു. അപ്പോൾ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകം നന്ദി പറഞ്ഞ് CPM ജില്ലാ സെക്രട്ടറിക്ക് നന്ദി പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ചില പ്രചരണമുണ്ട്. അങ്ങേക്ക് അങ്ങനെ ഒരു നന്ദിയുണ്ടോ? ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഞാൻ അദ്ദേഹം തിരുത്തണം എന്നുള്ളത് പറയുന്നു. ഇതല്ല രാഷ്ട്രീയ ശൈലി. രാഷ്ട്രീയത്തിൽ ധാർമ്മികതയുണ്ട്, രാഷ്ട്രീയത്തിന് മാന്യതയുണ്ട്. അതിൻ്റെ അടിത്തറയിൽ നിന്ന് വേണം പ്രവർത്തിക്കാൻ. അത് കൈവിട്ടാൽ ഇതിനേക്കാൾ ഭീതിതമായ തിരിച്ചടി ഇവർക്ക്. ഈ വലിയ വിജയത്തിൽ ഇവരൊക്കെ പങ്കാളിത്തം വഹിച്ചു. പൊതുബോധം ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നവരാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടു. പച്ച നുണകളും കള്ളങ്ങളും പറഞ്ഞ് ആളുകളെ, ജനങ്ങളുടെ കൂടെ അത്യധ്വാനം ചെയ്യുന്ന പൊതുപ്രവർത്തകന്മാരെ അപമാനിക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ളൊരു പൊതുബോധം സമൂഹത്തിൽ വന്നു കഴിഞ്ഞു. അത് ഒരു കേസ് മാത്രമല്ല. IC ബാലകൃഷ്ണൻ്റെ അവിടെയുണ്ടായ കേസിൽ എനിക്കെതിരെ ഒരു പരിപാടി നടന്നു കൽപ്പറ്റയിൽ. എനിക്കറിയാം ഈ ആൾ തന്നെയാണ് ആ ബാനർ ക്രമീകരിച്ചത്. എന്താ ബാനറിലെ വാചകം എന്നറിയും? കൊട്ടേഷൻ ക്രിമിനൽ മാഫിയ സംഘത്തലവൻ ടി സിദ്ദീഖിനെതിരെ. ഞാൻ ചോദിക്കുന്നു, ഒരു മര്യാദയുണ്ടെങ്കിൽ ആ വാചകം വെക്കൂ. ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ആളുകൾക്കല്ലേ ഇതൊക്കെ പറയാൻ പറ്റൂ? ഇവിടെ ജനസേവനവും ജനത്തെ ചേർത്ത് നിർത്തലും അവർക്ക് വേണ്ട പദ്ധതികളും പരിപാടികളും വികസനവും അവർക്ക് വേണ്ട മെഡിസിൻ, അവർക്ക് വേണ്ട ആരോഗ്യ പ്രവർത്തനങ്ങൾ, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം, കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, കുറേ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, അങ്ങനെ തുടങ്ങി ഒത്തിരി ആക്ടിവിറ്റീസ് നടക്കുകയാണ്. ഒരു കാലത്തും നടക്കാത്ത കുറേ കാര്യങ്ങൾ, പുറത്ത് പറയുന്നതും പറയാത്തതുമായ കാര്യങ്ങൾ നടക്കുകയാണ്. എന്നിട്ട് ഇവർ പറയും ക്രിമിനൽ കൊട്ടേഷൻ മാഫിയ സംഘത്തലവൻ. അപ്പൊ മുഖം വികൃതമാക്കുക എന്നുള്ള ഒരു ക്രിമിനൽ അജണ്ടയുണ്ട് ഇവിടെ. ആ അജണ്ടയാണ് ശ്രുതിയുടെ വിഷയം. ആ അജണ്ടയാണ് ഈ പ്രകടനം. ആ അജണ്ടയാണ് ഈ കൂവൽ. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതെല്ലാം സമ്മേളിതമായി അവർക്ക് തിരിച്ച് ജനം പ്രതിരോധം തീർത്ത് ഗിഫ്റ്റ് കൊടുത്തു. അതാണ് ഈ തെരഞ്ഞെടുപ്പ്. പലരും പറയുന്നു ഈ വിഷമങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും ബുദ്ധിമുട്ടൊക്കെ സങ്കടമൊക്കെ അങ്ങ് ഉള്ളിലൊതുക്കിയെന്ന്. ഒരുപക്ഷെ ഈ ജനങ്ങളും അത് ഉള്ളിലൊതുക്കിയിട്ട് ഈ ഇലക്ഷനിൽ അത് പകയായി പ്രതികാരമായി തീർത്തിട്ടുണ്ടാവും. ഈ വിജയത്തിൽ ഇപ്പം MLA കഠിനാധ്വാനം, UDFന്റെ പ്രവർത്തനം, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള നീരസങ്ങൾ, ഇങ്ങനെ കുറേ ഘടകത്തിൻ്റെ കൂടെ ഇടതുപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയവും ചർച്ച ചെയ്യല്ലോ വീടുകളിൽ. അപ്പോൾ അവർ ചർച്ച ചെയ്തു. ബ്രഹ്മഗിരി ഒരു വാക്കപ്പുറത്തുനിന്ന് ഉന്നയിക്കുന്നില്ല, ഒരു വാക്ക് പറയുന്നില്ല, അതിനെ സംബന്ധിച്ചൊരു കാര്യം പോലും പറയുന്നില്ല. അപ്പോൾ അതവിടെ നിൽക്കുന്ന സമയത്ത് ഇപ്പുറത്തില്ലാ കഥ പ്രചരിക്കുകയാണ്, വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അപ്പോൾ ബത്തേരിയിലെ ഒരു ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫോൺ സംഭാഷണം, എൻ്റെ പേര് അതിലേക്ക് ഇല്ലാതെ അങ്ങ് ക്ലബ് ചെയ്യുക, എന്നിട്ട് അത് പ്രചരിപ്പിക്കുക. എന്തൊരു മോശമായ രാഷ്ട്രീയമാണ്. ഇതല്ല രാഷ്ട്രീയം. മാനന്തവാടിയിൽ എന്തായിരിക്കും മന്ത്രിക്ക് പറ്റിയിട്ടുണ്ടാവുക? മാനന്തവാടിയിൽ ഞങ്ങൾക്ക് പറ്റിയ വീഴ്ച ഞങ്ങൾ തിരുത്തിയതാണ്. മാനന്തവാടിയിൽ എപ്പോഴും പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം UDFനകത്തുള്ള കോൺഗ്രസിനകത്ത്, വിശിഷ്യ കോൺഗ്രസിനകത്തുള്ളതായ പടലപ്പിണക്കങ്ങളും പോരായ്മകളും ഏകോപനക്കുറവുമായി. ആ ഏകോപനക്കുറവ് ഞങ്ങൾ പരിഹരിച്ചു. ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ തിരുനെല്ലി ഒഴികെ ബാക്കിയെല്ലാം കിട്ടി. മാനന്തവാടി മുനിസിപ്പാലിറ്റി കിട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടി, ജില്ലാ പഞ്ചായത്തുകൾ കിട്ടി, ഗ്രാമപഞ്ചായത്ത് തിരുനെല്ലി ഒഴികെ കിട്ടി. വലിയ മൂവ്മെൻ്റ് ഉണ്ടായി. അതാണ് അവിടുത്തെ ഒരു പൊതുചിത്രം. ആ പൊതുചിത്രത്തിലേക്ക് നിയമസഭാ ഇലക്ഷനെയും എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അജണ്ട. ആ അജണ്ട വളരെ വിജയകരമായി UDF പൂർത്തീകരിച്ചു. തിരക്കുണ്ട്, കുറേ പേര് അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. അതിനിടയ്ക്കാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. സമയപരിമിതി മൂലം ഒരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. എന്താണ് കൽപ്പറ്റയെ സംബന്ധിച്ച്? പിന്നെ പലരും പറയുന്നത് പോലെ അങ്ങ് വയനാടിൻ്റെ നായകനായിട്ടാണ് അങ്ങയിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത്. എന്താണ് വയനാടിനെ കുറിച്ചൊരു വിഷൻ ഈ അടുത്ത 5 വർഷത്തേക്ക്? ഞാനതിൽ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ വയനാടിൻ്റെ വികസന പദ്ധതികൾക്ക് ഒരു രൂപരേഖ ഉണ്ടാക്കുന്നതിന് വേണ്ടി വയനാട് ഡെവലപ്മെൻറ്റ് കോൺക്ലേവ് നടപ്പിലാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കും. അതിലെല്ലാം വരും കാർഷിക മേഖല, വിനോദസഞ്ചാര മേഖല, കണക്ടിവിറ്റി ഇഷ്യൂ, വന്യമൃഗശല്യം, ട്രൈബൽ മേഖലയിലെ ഉന്നതികളിലെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നം, IT മേഖല ഇവിടെ
ക്രമീകരിച്ച് കൂടുതൽ ഊർജിതമാക്കാൻ പറ്റുമോ എന്നുള്ളതായ സാധ്യതകൾ ആരായാൽ അങ്ങനെ തുടങ്ങി വിവിധങ്ങളാണ്. പിന്നെ നമ്മുടെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ ഞാനൊരു കണക്ക് കണ്ടപ്പം ഞെട്ടിപ്പോയി. കാരണം കൊച്ചിൻ എയർപോർട്ടിൻ്റെ തൊട്ടു താഴെ കാലിക്കറ്റ് എയർപോർട്ട് നിൽക്കുകയാണ്, കരിപ്പൂർ എയർപോർട്ട് നിൽക്കുകയാണ്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സ്പൈസസ് ഇതിൻ്റെ എക്സ്പോർട്ടിൽ അതിൽ ഒരു നല്ല ചങ്ക് വരുന്നത് വയനാട്ടിൽ നിന്ന്. അപ്പോൾ നമ്മുടെ കർഷകരെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മുടെ പ്രോഡക്ട്സിനെയും നമ്മുടെ കൾട്ടിവേഷനെയും മാറ്റിക്കഴിഞ്ഞാൽ ഒരു വിപുലമായ സാധ്യതയുള്ള ഒരു ട്രോപ്പിക്കൽ റീജിയനാണ് നമ്മുടെ. അപ്പോൾ അതിനനുസരിച്ചതായിരിക്കുന്ന മാറ്റങ്ങൾ, കാര്യങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്ത് രൂപരേഖയുണ്ടാക്കി ഗവൺമെൻറ് മിഷൻസിലേക്ക് കടക്കാനുള്ള നടപടികൾ. ആ നടപടികൾക്ക് കോൺക്ലേവോടുകൂടി, കോൺക്ലേവ് എന്ന് ഞാൻ പറയുന്നില്ല, അതിനൊരു ഒരു നല്ലൊരു പദ്ധതി പരിപാടി അതോടുകൂടി ഉണ്ടാവും. അതിനുവേണ്ടിയുള്ള നടപടികൾക്ക് നേതൃത്വം. അങ്ങ് പ്രഖ്യാപിച്ച വയനാട് റെയിൽവേ മാപ്പിലേക്ക് ഇടം പിടിക്കൽ, പ്രിയങ്ക ഗാന്ധി പടിഞ്ഞാറത്തറയിൽ വന്ന് പ്രഖ്യാപിച്ച വയനാട് ആസ്ഥാനമായിട്ടുള്ള യൂണിവേഴ്സിറ്റി, ഇതൊക്കെ യാഥാർത്ഥ്യമാകുമായിരിക്കും. എല്ലാം വരും ഇതിൽ. ട്രൈബൽ യൂണിവേഴ്സിറ്റി എന്നുള്ളത് പ്രിയങ്ക ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഗ്രഹമാണ്. നേരത്തെ ഷിബു എന്നോട് ഇതിൽ വളരെ ഇനീഷ്യേറ്റീവ് എടുത്ത് സംസാരിച്ച ആളാണ്. ഞാനതിന് ശേഷം നിങ്ങൾ തന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിലേക്ക് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാധ്യതകളും നമ്മളതിൽ ഉപയോഗപ്പെടുത്താനുള്ള നടപടികൾക്ക് നേതൃത്വം. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷയുണ്ടെങ്കിലും വയനാട്ടുകാർക്ക് വലിയൊരു പ്രതീക്ഷ വേറെയുണ്ട്. അതൊരു മന്ത്രിസ്ഥാനാണ്. ഇപ്പോൾ പേര് പരാമർശിച്ച് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുമ്പോഴത്തേക്കും അതിലൊരു പേര് ടി സിദ്ദീഖിൻ്റെയാണ്. അങ്ങനെ ആശിക്കാമോ വയനാട്ടുകാർക്ക്? അതിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിന് ശേഷം മുഖ്യമന്ത്രി നടത്തുന്ന പാർട്ടി നേതൃതലത്തിലുള്ള ചർച്ചകളുടെ ഫലമായി വേണം മന്ത്രിമാരെ നിശ്ചയിക്കാനുള്ള പ്രോസസ്സ് കടന്നു വരേണ്ടത്. അപ്പോൾ അതിൽ എന്നെ ഇന്നലെകളിൽ ഏൽപ്പിച്ച പല ഉത്തരവാദിത്തമുണ്ട്. ഞാൻ DCC പ്രസിഡൻ്റായിരുന്നു, KPC ജനറൽ സെക്രട്ടറി ആയിരുന്നു, KPCC വൈസ് പ്രസിഡൻ്റായിരുന്നു, വർക്കിംഗ് പ്രസിഡൻ്റായിരുന്നു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അങ്ങനെ തുടങ്ങി വിവിധ തലങ്ങളിലെ പ്രവർത്തനങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമൊക്കെ നന്നായി നിർവഹിച്ചിട്ടുണ്ട്. MLA ആയി എന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക, സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു. ഞാൻ പരമാവധി എൻ്റെ എല്ലാ കഴിവും സംവിധാനവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തനവും നന്നായി ഒരു പരിധിവരെ ഞാൻ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പാർട്ടിയാണ് നിശ്ചയിക്കണം. ഞാൻ പാർട്ടിയെ ബുദ്ധിമുട്ടാക്കുന്ന ആളല്ല. അധികാരം, ചെങ്കോല്, പിന്നെ ഇതൊക്കെ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഇതൊക്കെ ഏതെങ്കിലും സമയത്തൊക്കെ നമ്മൾ മാറി നിൽക്കേണ്ടി വരും, വിട്ടൊഴിഞ്ഞു പോരേണ്ടി വരും. അതുകൊണ്ട് ഇതൊക്കെയാണ് ഇത് പൊതുജന സേവനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർഗം എന്നുള്ളതായിരിക്കുന്ന അവലംബമൊന്നുമില്ല. ഉത്തരവാദിത്തം പാർട്ടി ചർച്ച ചെയ്ത് ഏൽപ്പിച്ചാൽ അത് നല്ല ഭംഗിയോടുകൂടി നിർവഹിക്കാനുള്ള ആത്മവിശ്വാസമുണ്ട്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും പരിമിതികൾ വന്നാൽ അത് ഉൾക്കൊള്ളാനുള്ളതായിരിക്കുന്ന മാനസികമായിട്ടുള്ള കരുത്തുമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ്. മന്ത്രിയായിട്ട് തിരുവനന്തപുരത്തേക്ക് പോയി തിരിച്ചു വരട്ടെ എന്നാണ് ആളുകൾ പറയുന്നത്. അതേ ആശംസയാണ് നമുക്ക് നേരാനുള്ളത്. അപ്പോൾ ജനങ്ങളുടെ ഈ പ്രതീക്ഷയ്ക്കൊത്ത് MLAക്കും പ്രവർത്തിക്കാൻ കഴിയട്ടെ, വരുന്ന UDF സർക്കാരിനും പ്രവർത്തിക്കാൻ കഴിയട്ടെ, അങ്ങനെ വയനാടിൻ്റെ വികസനം സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇനി വിജയിച്ച IC ബാലകൃഷ്ണൻ MLA കൂടി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഫോറത്തിൽ വരാനുണ്ട്. അദ്ദേഹം ഉണ്ടാകും, മറ്റ് നേതാക്കളും ഉണ്ടാകും. മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.